ഹായ്, വീണാസ് മാജിക് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യലായിട്ടുള്ള പൈനാപ്പിൾ പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 പൈനാപ്പിളാണ്. 2 ചെറിയ പൈനാപ്പിളാണ് കേട്ടോ. നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാം. ഒരുപാട് വലുതും ഒരുപാട് ചെറുതും അല്ലാത്ത രീതിയിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിൾ വേകുന്നതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പൈനാപ്പിൾ പച്ചടിക്ക് ഒരു മധുരം ഉണ്ടല്ലോ, അപ്പോൾ പൈനാപ്പിളിന് കുറച്ച് പുളിപ്പുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഒരു കഷ്ണം ശർക്കര കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കാം. ഞാൻ 1/2 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, പിന്നെ തേങ്ങ അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിളിലെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. പൈനാപ്പിളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ ഉടയുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉടച്ചൊന്നും എടുക്കണ്ട. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്തൊന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ ഫ്ലെയിം കൂട്ടിയിട്ട് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം. നമ്മുടെ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കുന്നതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വെള്ളം മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഒഴിക്കുന്നുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല. നമ്മളൊരു കുറുക്ക് പോലത്തെ ഒരു കറിയാണല്ലോ നമ്മുടെ പച്ചടി എന്ന് പറയുന്നത്. ഒരുപാട് ചാറ് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇത്രയും വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കറിയുടെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിനാവശ്യമുള്ളത് അധികം പുളിയില്ലാത്ത കട്ടിയുള്ള തൈരാണ് വേണ്ടത്. പക്ഷേ എൻ്റെ തൈര് ഇച്ചിരി ലൂസായിരുന്നു. തൈര് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉലുവ കൂടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് 2-3 വറ്റൽമുളക് ചേർക്കാം. നമ്മുടെ കയ്യിലുള്ള കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 2-3 തണ്ട് കറിവേപ്പില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ വറവലിൻ്റെ ഒരു ചൂട് അങ്ങോട്ട് കുറഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ വറവൽ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യലായിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്